അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നേക്കുന്നത് വെച്ചാൽ സീറോ കോസ്റ്റ്, ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് ഗപ്പീൻ്റെ ബ്രീഡ് ബോക്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന ഓപ്ഷനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് ബോക്സിൽ. ഈ ചെറിയ ടാങ്കിലാണ് ഞാൻ പ്രസവിക്കുന്ന ഗപ്പികളെ മൊത്തം ഇടാറുള്ളത്. പക്ഷേ അതിൽ 10 എണ്ണം പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ 5 ബാക്കിയുള്ള ഗപ്പികൾ തിന്നുപോകാറാണ് പതിവ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്രീഡ് ബോക്സിനെ പറ്റി ചിന്തിച്ചത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെറും 4 സാധനമാണ്. ഇതേ കാണുന്ന പോലത്തെ ഒരു നെറ്റ്, 2 റബ്ബർ ബാൻഡ്, ഒരു കത്രിക, ഒരു പഴയ മിഠായിയുടെ ഒരു ഡബ്ബയാണ് ഞാൻ എടുത്തത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ നെറ്റ് നമുക്ക് ചെറിയൊരു റൗണ്ട് രീതിയിൽ ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഈ ഡബ്ബയുടെ മുകൾ ഭാഗത്ത് പറ്റും പോലെ 2 സൈഡും കട്ട് ചെയ്ത ഡബ്ബയാണ് കേട്ടോ ഞാൻ എടുത്തത്. എന്നിട്ട് ആ ഡബ്ബയുടെ മുകളിൽ ഇതേ കാണുന്ന പോലെ റൗണ്ടിൽ കട്ട് ചെയ്ത നെറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് വെറുതെ ഒന്നുമില്ല, നമ്മൾ സാധാ ഒരു കുടുക്കിടൂലേ അതുപോലെ ഒരു കുടുക്കിടുക. പിന്നെ മറ്റേ റബ്ബർ ബാൻഡ് കൊണ്ട് ഒന്നുകൂടി സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതേപോലെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ബ്രീഡ് ബോക്സിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. 1 രൂപ പോലും ചിലവില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഞാൻ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അത് ആണി വെച്ചിട്ടാട്ടോ, അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, അതിന് ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലേ, ഇതിൽ ഒരുപാട് പ്രസവിക്കാറായ ഗപ്പികളുണ്ട്. അപ്പോൾ അതിലൊരു ഗപ്പീനെ പിടിച്ചിട്ട് ഞാൻ എന്തായാലും ഇതിലിടും. 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അപ്ഡേഷൻ ചെയ്യാം. ഞാൻ ഈ ചെറിയ ബക്കറ്റിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു കമ്പിയുടെ കഷ്ണം ഉണ്ടെങ്കിൽ നമുക്കതായിരുന്നു ബെറ്റർ. എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു വടിക്കഷ്ണമാണ് സപ്പോർട്ടിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ആ 2 ഹോളിലൂടെ ആ ചെറിയ വടിക്കഷ്ണം പതിയെ കയറ്റി കൊടുത്താൽ മതി. ആ ബക്കറ്റിൻ്റെ വലിപ്പം വേണം കേട്ടോ. നിങ്ങൾ ഇടുന്ന ഏത് ടാങ്കാണോ ആ ടാങ്കിലുള്ളൊരു വലിപ്പം വേണം. ഇതേ കാണും പോലെ ഇങ്ങനെ പതിയെ ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കത് വേണമെങ്കിൽ എത്ര വലിയ ടാങ്കാണെങ്കിൽ അത്ര വലിയ വടിക്കഷ്ണം എടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെറിയ ബക്കറ്റായതുകൊണ്ടാണ് ഇത്ര വലിപ്പമുള്ളത് എടുത്തത്. എന്നിട്ട് നമുക്ക് ആ ബക്കറ്റിലേക്ക് വെച്ച് കൊടുത്താൽ മതി. 1 രൂപ ചിലവില്ലാത്ത നമ്മുടെ ഗപ്പി ബ്രീഡിംഗ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രസവിക്കുന്ന കുട്ടികളൊക്കെ അതിലവിടെ തന്നെ താഴെ ബക്കറ്റിലായിട്ട് പോയി നിന്നോളും. ഇത്രയേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഈ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് നമ്മൾ പ്രസവിക്കാറായ ഇന്നോ നാളെയോ പ്രസവിക്കാവുന്ന ഒരു ഗപ്പിയെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതാ പോകുന്നില്ല അതിനെ തന്നെ. അതിനിപ്പോൾ എൻ്റെ മകനാണത്, അവൻ്റെ കയ്യിലായിപ്പോൾ ഉള്ളത്. അവൻ തന്നെ ഈ ബ്രീഡ് ബോക്സിലേക്ക് കൊണ്ടുപോയി ഇടുന്നതും നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് അതിൽ നിന്ന് ഇന്നോ നാളെയോ പ്രസവിച്ചോളും. കുട്ടികളെ നമ്മൾ ആദ്യം ഇടുന്ന ഈ ചെറിയ ടാങ്കില്ലേ, ഈ ചെറിയ ടാങ്കിലേക്ക് തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.